Hi friends, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള 3 റൈസ് റെസിപ്പിയാണ്. അറേബ്യൻ റൈസ് ആണത്. അറേബ്യൻ റെഡ് കബ്സയാണ് ഞാൻ കാണിക്കുന്നത്. ഒരു മീറ്റും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു 3 റൈസ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ഫേമസ് ആയിട്ടുള്ള റൈസാണ് ഈ ഒരു 3 റൈസും. അപ്പോൾ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ റെഡ് കബ്സ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കഷ്ണം പട്ട, ഒരു വലിയ കഷ്ണം പട്ട എടുത്താൽ മതി, ഒരു 3 ഏലക്ക, അതുപോലെ ഒരു 3 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, അതുപോലെ ഒരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിലിന് പകരം ഒലിവ് ഓയിലോ ബട്ടറോ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 1 കിലോ അരിയിലാണ് ഈ ഒരു റൈസ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും മസാല മതി. അപ്പോൾ അരിയുടെ അളവ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ മസാലയുടെ അളവ് നിങ്ങൾ കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 മീഡിയം വലിപ്പത്തിലുള്ള ഒരു വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വെളുത്തുള്ളി ഒരുപാട് കൂടിപ്പോകരുത്. ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 4 അല്ലി എടുത്താൽ മതി. നന്നായിട്ടൊന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3-4 പച്ചമുളകും കൂടെ ചേർക്കുക. പച്ചമുളക് കീറേണ്ട ആവശ്യമൊന്നുമില്ല, എരിവിന് വേണ്ടിയിട്ടല്ല കേട്ടോ, അതിൻ്റെ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഒരു 5-6 ടേബിൾ സ്പൂൺ ചേർക്കണം, എന്നാലേ നമുക്ക് റൈസിന് നല്ലൊരു കളർ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായാലും കുഴപ്പമൊന്നുമില്ല. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൽ ചിലപ്പോൾ കളർ ഉണ്ടാവും. അപ്പോൾ അത് വേണ്ടെന്നുള്ളവരാണെങ്കിൽ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 മാഗി ക്യൂബ്സും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മാഗി വീട്ടിലുണ്ടാക്കണവും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ കെമിക്കലൊന്നും ചേരാത്ത കഴിക്കണം എന്നുള്ളവരാണെങ്കിൽ വീട്ടിലുണ്ടാക്കി കഴിക്കുക. ഇതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് കബ്സ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ കബ്സ മസാല ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ഉണങ്ങിയ നാരങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ മസാലയുടെ എല്ലാത്തിൻ്റെയും ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. മസാലയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ അളന്നെടുത്തിട്ടുണ്ടായിരുന്നത്. വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് നമുക്ക് വെള്ളം തിളച്ച് വരുന്ന സമയത്തൊന്നും കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബസ്മതിയുടെ യെല്ലോ റൈസാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ, വൈറ്റ് റൈസ് എടുക്കരുത്. അറേബ്യൻ റൈസൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഗോൾഡൻ റൈസ് തന്നെ എടുക്കുക. അപ്പോൾ അരിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അരി ഇട്ടതിന് ശേഷം. അപ്പോൾ ഇനി നമുക്കിത് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും, ചോറ് ശരിക്കും വെന്ത് കിട്ടൂല. ഇതിൻ്റെ ഇടയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഒന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഉലർന്ന് കിട്ടാനുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു ഇറച്ചിയൊന്നും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇറച്ചിയൊന്നും കഴിക്കാത്തവരാണെങ്കിൽ മാഗി ക്യൂബ്സ് ഒഴിവാക്കിയാൽ മതി. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ, ഇറച്ചിയുടെ മീനിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റൈസാണ്. ഇപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടുപ്പിൽ നിന്നൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. കുറച്ച് തണുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു വെള്ളത്തിൻ്റെ നനവൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല റൈസായി കിട്ടും. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. ഇത് അൽഫാമിൻ്റെ കൂടെ ഷവായയുടെ കൂടെ ഒക്കെ നന്നായിട്ട് തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, നല്ലൊരു ടേസ്റ്റാണ്. ഒരു ഇറച്ചിയും ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇറച്ചി കഴിക്കാത്തവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റൈസാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു 2 റൈസിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. ഇത് യെല്ലോ റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വെള്ളം, പ്രത്യേകിച്ച് അളവൊന്നുമില്ല, വെള്ളം തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസിന് ആ ഒരു യെല്ലോ കളർ കൊടുക്കുന്നത് ഈ ഒരു
മഞ്ഞൾപ്പൊടിയാണ്. പ്രത്യേകിച്ച് ഒരു കളറും നമ്മൾ ചേർക്കണില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. എപ്പോഴും ഈ അരി കുറച്ച് സമയം കുതിർത്ത് വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ചോറുണ്ടാക്കാൻ പാടുള്ളൂ. എന്നാലേ നമുക്ക് നല്ല നീളനായിട്ടുള്ള ഒരു അരി ചോറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല പോലെ അരി ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കല്ല കേട്ടോ, ഇത് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ അളവൊന്നും പറയാത്തത്. ഇനി നമ്മൾ അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കണില്ല. ഇപ്പോൾ റൈസിനൊക്കെ നല്ല യെല്ലോ കളർ വന്നിട്ടുണ്ട്. ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും ഈ ഒരു ചോറിന് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിലേക്ക് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി നന്നായിട്ട് വെന്തിട്ടുണ്ട്, അത് ഊറ്റിയെടുക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഈ ഓയിലിലേക്ക് നമ്മൾ അറേബ്യൻ മസാലയാണ് ചേർക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മസാല തന്നെ, മന്തി മസാല. അതൊരു 1.5 ടേബിൾ സ്പൂണോളം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഈ മസാലയുടെ ഒരു പച്ചമണം മാറിയിട്ട് വേണം നമ്മളിത് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി വിശദമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ആ ഒരു മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ആ ഒരു മസാല എണ്ണയിൽ കിടന്നിട്ട് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ ആ ഒരു മസാലയുടെ ഒരു പച്ച കുത്തുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മസാല നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ടുണ്ടാവും എണ്ണയിൽ കിടന്നിട്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഊറ്റി വെച്ചിട്ടുള്ള ചോറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ചോറാണ് കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് അടച്ചു വെക്കണം. ഇതിൻ്റെ ഒരു ഫ്ലേവർ പുറത്ത് പോകാതെ നല്ല പോലെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. പെട്ടെന്ന് അടച്ചു വെക്കുക. കുറച്ച് സമയം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്താൽ മതി. ഇതാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണ ആ ഒരു മഞ്ഞ ചോറുണ്ടല്ലോ, അതിങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു ചോറിന്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല യെല്ലോ റൈസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ ഇനി നമുക്ക് സയാദിയ ബ്ലാക്ക് റൈസ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ള റെസിപ്പി നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു 2 വലിയ ഉള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉള്ളി നന്നായിട്ട് തന്നെ നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് നമുക്ക് ഇത് നന്നായിട്ട് തന്നെ മൊരിച്ചെടുക്കണം. ഈ ഒരു ഉള്ളിയുടെ കളറാണ് ഈ സയാദിയക്ക് ഈ ഒരു ബ്ലാക്ക് കളർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫിഷിൻ്റെ കൂടെയാണ് കൂടുതൽ സെർവ് ചെയ്യുന്ന ഒരു റൈസാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഉള്ളി ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ ഉള്ളിക്ക് ആ ഒരു കയ്പ്പ് വരും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് മൊരിച്ചിട്ട് വേണം ഇതിൻ്റെ ഒരു കളർ മാറ്റിയെടുക്കാനായിട്ട്. ഒറ്റയടിക്ക് നമ്മൾ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞിട്ടാണ് പോവുക. ഇങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് പൊരിഞ്ഞിട്ടാണ് ഈ ഒരു ബ്രൗൺ കളറിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഉള്ളി നമ്മുടെ. ഈ ഒരു സമയത്ത് ഇനി ഒരുപാട് ഇട്ടിട്ട് നമുക്ക് കരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇത് നമുക്ക് അരച്ചിട്ട് പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ ഒരു 4 ഏലക്ക, 4 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, ഒരു ബേ ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി. ഇനി ഒരു 3 ഉണങ്ങിയ നാരങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഉള്ളിയും കൂടെ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നേരത്തെയുള്ള ഉള്ളി നമുക്ക് അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് നമ്മൾ റൈസ് സാധാരണ അറേബ്യൻ റൈസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളി ചേർക്കുന്ന പോലെ തന്നെ ഒരു ഉള്ളി എടുത്താൽ മതി. ഇതൊക്കെ ഞാൻ 1 കിലോ റൈസിൻ്റെ അളവിലാണ് ഈ റൈസൊക്കെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റൈസിൽ കൂട്ടുകയാണെങ്കിലും കുറക്കുകയാണെങ്കിലും മസാലയുടെ അളവൊക്കെ നിങ്ങൾ കുറച്ചെടുത്താൽ മതി. കൂട്ടുകയാണെങ്കിൽ കൂട്ടി കൊടുക്കുക. അപ്പോൾ ഉള്ളി വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി, നല്ല ബ്ലാക്ക് ആക്കിയിട്ടുള്ള ഉള്ളി അരച്ച് ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളറാണ് നമ്മുടെ ഈ ഒരു റൈസിന് ബ്ലാക്ക് കളർ കൊടുക്കുന്നത് കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു കയ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർക്കും കഴിച്ച് നോക്കിയിട്ടുള്ളവർക്കും അറിയാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ അറേബ്യൻ മസാല 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നിറയെ ചേർക്കുക. ഇനി അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എല്ലാത്തിനും ഒരേ അരി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ എടുത്താൽ മതി.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് കഴുകി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 20 മിനിറ്റെങ്കിലും കുതിർത്ത് വെച്ചിട്ട് വേണം അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. കഴുകിയിട്ട് കുതിർത്ത് വെക്കുക, എന്നിട്ട് ഊറ്റിയെടുത്താൽ മതി. അപ്പോൾ അരിയും കൂടെ ചേർത്തിട്ടുണ്ട്. അരിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് സാധാരണ നമ്മൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. എപ്പോഴും നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ചെറിയ തീയിലേക്ക് മാറ്റാൻ പാടുള്ളൂ. ഇനി പ്രത്യേകിച്ച് ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വെള്ളം വറ്റി ഉലർന്ന് വന്നാൽ നമുക്ക് ചോറ് സെർവ് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സയാദിയ റൈസ് ഒന്നും നിങ്ങളൊന്നും അധികം കണ്ടിട്ടുണ്ടാവില്ല. നല്ല ഫേമസ് ആയിട്ടുള്ള നല്ലൊരു ലബനീസ് റൈസാണ് കേട്ടോ ഇത് ഫിഷിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സെർവ് ചെയ്യുന്നത്. നല്ല പൊരിച്ച മീനിൻ്റെ കൂടെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു 3 റൈസും പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പാർട്ടി ആണെങ്കിലും ഇല്ലെങ്കിലും സാധാരണ വീട്ടിൽ ചെയ്യുകയാണെങ്കിലൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റൈസുകളാണ് ഇതൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റൈസാണ് കേട്ടോ ഈ സയാദിയ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു 3 റൈസും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.